ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഇതെനിക്ക് എൻ്റെ അനിയത്തി അവള് സൗദിയിൽ നിന്നുള്ളപ്പോൾ കൊണ്ടുവന്നാണ്. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അമ്മയും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അനിയത്തിക്ക് ഇതത്ര ഒരു നല്ല അവർക്ക് നല്ലൊരു അഭിപ്രായം പറയാനില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ സ്കിന്നിനും അവരുടെ രീതി, അതായത് ഒരു പ്രൊഡക്റ്റിനോട് നമ്മുടെ സ്കിന്ന് റിയാക്ട് ചെയ്യുന്ന പല പല രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. പിന്നെ ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടാഗ്ലോ ഹൈഡ്രോളിക് ആസിഡ് പ്ലസ് നയാസിനമൈഡ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഗ്ലൂട്ടാതയോൺ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്ന സംഗതി ശരിക്കും അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാകും. ഈ ഗ്ലൂട്ടതയോൺ എന്ന് പറഞ്ഞിട്ടുള്ള പേര് തന്നെ ഭയങ്കര ഫെമിലിയർ ആണ്. ഇപ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിൻ ഗ്ലോ ആകാനും അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു വലിയ പാർട്ട് ഈ ഒരു ഗ്ലൂട്ടതയോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൾനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂട്ടതയോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ആസിഡിന്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഡീപ്പ് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതായത് ഡീപ്പ് ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഒരു അളവ് കുറയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. നയാസിനമൈഡ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും അതുപോലെ എന്തെങ്കിലും ആക്നി മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഈവൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒറ്റ വാക്കി പറയുകയാണ് അതായിരിക്കും നല്ലത്. ഈവൻ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നയാസിനമൈഡ് എന്ന് പറയുന്നത്. ചിലർക്ക് പോഴ്സിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നയാസിനമൈഡിന്റെ സെറം ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ പോഴ്സ് ഒക്കെ ഒന്ന് ഭയങ്കര കണ്ടമാനം പോയി പോഴ്സ് ഇല്ലാണ്ടായി എന്നല്ല, പക്ഷെ ചെറിയ രീതിക്ക് ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നയാസിനമൈഡ്. എനിക്ക് എൻ്റെ സ്കിൻ കെയറിൽ നയാസിനമൈഡ് സെറം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഗതി ശരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്. പക്ഷെ ഞാൻ ഇതെൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുല. ഇതൊരു ലോഷൻ, ശരിക്കും ഇതൊരു ലോഷൻ ആണ്, പക്ഷെ സെറം ബേസ്ഡ് ലോഷനാണ്. കണ്ടോ, നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ടൊരു വാട്ടറി പോലത്തെ ഒരു ഫീൽ. അത് നമ്മളൊരു സെറം എങ്ങനെയാണോ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് സെയിം എഫക്റ്റ് നമുക്ക് ഇതിന് തരും. എനിക്ക് ഭയങ്കര യൂസ് ആയിട്ട് തോന്നി. ഇത് ഭയങ്കര കണ്ടോ ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രീം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഗ്ലൂട്ടാഹയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സ്കിൻ വന്ന് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്കിന്നാണ്, നോർമൽ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ സ്കിൻ